എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ സെഷൻ ഇന്ത്യൻ പോളിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഇന്ത്യൻ പോളിറ്റിയിലെ തന്നെ ടൈം ലൈൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്ത്യൻ പോളിറ്റി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫുള്ളായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്ന്. ഇല്ല, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഫോർമേഷൻ ടൈം പീരീഡ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എസ്പെഷ്യലി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഒരു ടൈമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ആ ടൈം ലൈൻ ഒന്ന് നോക്കാം. 1934 1934 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വേണം എന്നൊരു ഐഡിയ പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പൊ ആരാണ് ആ ഒരു ഐഡിയ പ്രപ്പോസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. MN റോയ് ആണ് ആദ്യമായിട്ട് ഈ ഒരു ഐഡിയ പ്രപ്പോസ് ചെയ്യുന്നത്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റിന്റെ തന്നെ ഒരു പയനീർ ആണ്, ഇന്ത്യയിലെ ഒരു പയനീർ ആണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആശയം, ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണം, ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇന്ത്യക്ക് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുകയും വേണം എന്നുള്ള ഒരു ഐഡിയ ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. അതിനുശേഷം അന്ന് ഇന്ത്യയിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് ലീഡ് ചെയ്ത് നിന്നിരുന്ന ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു, ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആയിരുന്നു ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇപ്പൊ കോൺഗ്രസിനുള്ളിൽ ഇതിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകുകയും അവർ പ്രപ്പോസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് വേണ്ടിയിട്ട്. അപ്പൊ 1936 ലക്നൗ സെഷനിൽ അതൊന്ന് ഫൈനലൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ 1935 36 ഇന്റർനാഷണൽ കോൺഗ്രസും ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണം എന്ന് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. 1938 നമ്മൾ നോക്കുകയാണെങ്കിൽ ജവഹർലാൽ നെഹ്റു വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫ്രീ ഇന്ത്യ മസ്റ്റ് ബി ഫ്രെയിംഡ്. നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഫ്രീ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യപ്പെട്ടിരിക്കണം. അത് എങ്ങനെയായിരിക്കണം? വിത്തൗട്ട് ഔട്ട്സൈഡ് ഇന്റർഫിയറൻസ് ആയിരിക്കണം. ഔട്ട്സൈഡ് ഇന്റർഫിയറൻസ് നമ്മളോട് ഉദ്ദേശിക്കുന്ന ആരെയാണ്? ബ്രിട്ടീഷുകാരെ തന്നെയാണ്. വിത്തൗട്ട് ഔട്ട്സൈഡ് ഇന്റർഫിയറൻസ് ബൈ എ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലൂടെ ആയിരിക്കണം ഇത് നടക്കുന്നത്. ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇലക്ട് ചെയ്യപ്പെടുന്നത് അഡൽട്ട് ഫ്രാഞ്ചൈസിന്റെ ബേസിസിലുമായിരിക്കണം. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറയുന്നുണ്ട് 1938. അതിനുശേഷം വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് എന്ന് പറയുന്നത് 1940 നടക്കുന്ന ഓഗസ്റ്റ് ഓഫർ ആണ്. അത് ബ്രിട്ടീഷുകാർ തരുന്ന ഒരു ഓഫറാണ്, മറ്റൊന്നുമല്ല. ഇന്ത്യൻസിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാനുള്ള ഒരു അവസരം വാറിന് ശേഷം, അതായത് സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന കാലഘട്ടമാണ് 1940 എന്ന് പറയുന്നത്. 1939 മുതൽ 1945 വരെയാണ് നമ്മുടെ സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഈ വാറിന് ശേഷം ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാം എന്നുള്ളൊരു ഒരു പ്രോമിസ് നൽകുന്നതാണ് ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. അത് ഒരു എന്താ പറയുക, നമ്മൾ ചെയ്തു കൊടുത്ത ഒരു സഹായത്തിന്റെ പ്രതിഫലം എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കാണാം. കാരണം ഇന്ത്യ വേൾഡ് വാറിന്റെ പാർട്ട് ആകാൻ സമ്മതിക്കുന്നുണ്ട്. അതായത് ഇന്റർനാഷണൽ കോൺഗ്രസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഇന്ത്യക്കും വേൾഡ് വാറിന്റെ പാർട്ട് ആകാം എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുള്ള റിവാർഡായിട്ടാണ് ഈ ഒരു ഓഗസ്റ്റ് ഓഫർ വരുന്നത്. 1940 ഈ ഓഗസ്റ്റ് ഓഫർ വരുന്നത്. പിന്നീട് ഇതിനെ പറ്റിയൊരു റെഫറൻസ് വരുന്നത് 1942 ക്രിപ്സ് മിഷനിലാണ്. ഇപ്പൊ ക്രിപ്സ് മിഷൻ ഒരു ഫെയിലിയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് അതിനെ പറ്റിയിട്ടൊന്നും ചർച്ചകളിലേക്ക് വരുന്നില്ല. ഇപ്പൊ സ്റ്റാഫോർഡ് ക്രിപ്സ് ആയിരുന്നു, അതൊരു സിംഗിൾ പേഴ്സൺ ആയിരുന്നു ഈ ഒരു മിഷന്റെ പുറകിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹവും പറയുന്നുണ്ട്, ഈ ഒരു മിഷനും പറയുന്നുണ്ട്, ഫോർമേഷൻ ഓഫ് ആൻ ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ ആഫ്റ്റർ ദി സെക്കൻഡ് വേൾഡ് വാർ. വേൾഡ് വാറിന് ശേഷം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യണം എന്നുള്ള ഒരു ആശയം അവിടെയും പറയുന്നുണ്ട്. പക്ഷെ അതൊരു ഫെയിലിയർ ആയിരുന്നത് കൊണ്ട് തന്നെ അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കഷൻസ് ഉണ്ടായിട്ടില്ല. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയും കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ഉണ്ടാകണം, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എങ്ങനെയായിരിക്കണം വരുന്നത്, അങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ അവർ മുന്നോട്ട് വെച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു പ്ലാൻ ആയിരുന്നു ക്യാബിനറ്റ് മിഷൻ പ്ലാൻ എന്ന് പറയുന്നത്. ഈ ക്യാബിനറ്റ് മിഷനിൽ 3 മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്, AV അലക്സാണ്ടർ, പെട്രിക് ലോറൻസ്, അതേപോലെ തന്നെ സ്റ്റാഫോർഡ് ക്രിപ്സ്. ഈ 3 പേരും കൂടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ആശയമായിരുന്നു ഈ ക്യാബിനറ്റ് മിഷൻ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയായിരിക്കണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിമിങ്ങും അതിന്റെ ഒരു ഗൈഡൻസും ഒക്കെ അവർ അതിനകത്ത് പറയുന്നുണ്ട്. ഇറ്റ് ലേഡ് ദ ഫ്രെയിംവർക്ക് ഫോർ ഹൗ ദ കോൺസ്റ്റിറ്റ്യൂഷൻ വുഡ് ബി ഡ്രാഫ്റ്റഡ് ബൈ ഇന്ത്യൻ റെപ്രസെന്റേറ്റീവ്സ്. അപ്പൊ എങ്ങനെയായിരിക്കണം ഇന്ത്യൻ റെപ്രസെന്റേറ്റീവ്സ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ പറയുന്ന ഒരു മിഷൻ ആയിരുന്നു ക്യാബിനറ്റ് മിഷൻ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ ബേസ് ചെയ്താണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തന്നെ നമ്മൾ ഫോം ചെയ്യുന്നത്. ഇവരുടെ ഐഡിയാസ് ഒക്കെ എടുത്ത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്യുന്നത്. അതിനുശേഷം ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് ഏത് ദിവസമാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഡിസംബർ 9 1946 ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നത്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നത്. അപ്പം ഇവിടെ ഉണ്ടായിരുന്ന ഒരു സംശയം എന്ന് പറയുന്നത്, ആരായിരിക്കും ഇതിനെ ഹെഡ് ചെയ്യുന്നത്, ആരായിരിക്കും ഇതിന്റെ ചെയർമാൻ ആകുന്നത്, ആരായിരിക്കും ഇതിന്റെ പ്രസിഡന്റ് ആകുന്നത്. അപ്പം അതൊരു ഡൗട്ട് ആയതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടിരുന്ന ഒരു വ്യക്തിയാണ് അവർ ഒരു ഇന്ററിം പ്രസിഡന്റ് ആയിട്ട് കണ്ടെത്തുന്നത്. ഇന്ററിം എന്ന് പറയുമ്പോൾ ഒരു ടെമ്പററി പ്രസിഡന്റ് ആയിട്ട് കണ്ടെത്തുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു ആദ്യത്തെ ആ ഒരു ഇന്ററിം പ്രസിഡന്റ് എന്ന് പറയുന്നത്. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ പെർമനന്റ് ചെയർമാൻ അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം എല്ലാവരുടെയും ആക്സെപ്റ്റൻസോടുകൂടി തന്നെ ഒരു പുതിയൊരു പ്രസിഡന്റിനെ അല്ലെങ്കിൽ ഒരു ചെയർമാനെ അവിടെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ വൈസ് പ്രസിഡന്റ്സ് ആയിട്ടുള്ള HC മുഖർജിയും VT കൃഷ്ണമാചാരിയും ഒക്കെ അവിടെ തന്നെയാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. പിന്നെ 2 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ, അതായത്
9-ാം തീയതി ഫസ്റ്റ് മീറ്റിംഗ്, 13-ാം തീയതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുക്കുന്നു, 11-ാം തീയതി തെരഞ്ഞെടുക്കുന്നു, 13-ാം തീയതി വന്നപ്പോഴേക്കും എങ്ങനെയായിരിക്കണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് പോകുന്നത്? അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ഇരിക്കണം, നമ്മൾ ഫോം ചെയ്ത് കഴിയുമ്പോൾ ഇത് എങ്ങനെ ഇരിക്കണം, എന്തൊക്കെ ഫിലോസഫീസ് നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കണം, എന്തൊക്കെ ആശയങ്ങൾ ഇതിനകത്ത് വരണം, എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ഇതിനകത്ത് വരണം, എന്തൊക്കെയായിരിക്കണം നമ്മുടെ ഗോൾസ്, ഇതൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ജവഹർലാൽ നെഹ്റു തയ്യാറാക്കിയ അല്ലെ അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്ന ഒരു ആശയമായിരുന്നു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് ഡിസംബർ 13-ാം തീയതി 1946 ഇത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ പ്രസന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് പിന്നീട് പല പല ചേഞ്ചസ് വന്നുകൊണ്ട് അല്ലെങ്കിൽ പല പല മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മളുടെ ഇപ്പോൾ ഉള്ള ഒരു പ്രിയാമ്പിൾ ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പം പ്രിയാമ്പിളിന്റെ ഒരു പ്രിഡിസസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ തന്നെയാണ്. അപ്പോൾ 13-ാം തീയതി ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ മുന്നോട്ട് കൊണ്ടുവരികയും അത് പിന്നീട് ഡിസ്കസ് ചെയ്ത് അത് അക്സെപ്റ്റ് ചെയ്യുന്നത് ജാനുവരി 22, 1947 ഇത് അക്സെപ്റ്റ് ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫുൾ ആയിട്ട് ഈ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ അഡോപ്റ്റ് ചെയ്യുന്നത് ആ ഒരു ദിവസമാണ്, ജാനുവരി 22, 1947. ഇനി 1947 ഒരു ഇമ്പോർട്ടന്റ് സംഭവം എന്ന് പറയുന്നത് നമുക്ക് ഫ്രീഡം കിട്ടി എന്നുള്ളതാണ്, ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നതാണ്. ഓഗസ്റ്റ് 15, 1947 ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് ലഭിക്കുന്നത്. അപ്പം നമുക്കൊരു ഇൻഡിപെൻഡന്റ് ബോഡി ആകുന്നു. ഇനിയിപ്പം കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഫുൾ അതോറിറ്റി എങ്ങനെയായിരിക്കും എന്നുള്ള ഫുൾ അതോറിറ്റി നമ്മൾ തന്നെയാണ് ഇനി ലീഡ് ചെയ്യുന്നത്. പിന്നീട് ഓഗസ്റ്റ് 29, 1947 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഫ്രെയിം ചെയ്യുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. കാരണം ഒരുപാട് കമ്മിറ്റികൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉണ്ടെങ്കിൽ തന്നെ ഓരോരുത്തർക്കും ഓരോരോ ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നു. ഇവരൊക്കെ കൊണ്ടുവരുന്ന ഇൻഫർമേഷൻ, ഇവരൊക്കെ കൊണ്ടുവരുന്ന ഒപ്പീനിയൻസ്, ഇവരൊക്കെ കൊണ്ടുവരുന്ന സ്റ്റേറ്റ്മെന്റ്സ്, ഇതിനെയൊക്കെ ക്രോഡീകരിച്ച് അതിനൊരു ഡ്രാഫ്റ്റ് ആക്കി മാറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. അപ്പൊ ആ ഒരു ജോലി ഏറ്റെടുത്തിരുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആയിരുന്നു. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയപ്പെടുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ് ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹത്തെ പറ്റി അറിയാത്ത ആരും, കോൺസ്റ്റിറ്റ്യൂഷൻ അറിയാവുന്ന ആരും അദ്ദേഹത്തെ അറിയാതിരിക്കില്ല അല്ലെ. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഈ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഒരു ചെയർമാൻ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ശില്പി എന്ന് നമ്മൾ അറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കറിനെ തന്നെയാണ്. അപ്പൊ അദ്ദേഹം ലീഡ് ചെയ്തിരുന്ന ഒരു കമ്മിറ്റി ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അത് ഫോം ചെയ്തത് 1947 അപ്പം ഒരുപാട് നാളത്തെ പ്രയത്നം കൊണ്ടും അവരതിനെ ക്രോഡീകരിച്ച് അവരത് കൃത്യമായിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് ആക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഡ്രാഫ്റ്റിനെ പിന്നീട് പല ഡിസ്കഷൻസിലൂടെ പോയി വേണം നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം അത് നമ്മൾ ഇനി അടുത്ത ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പം ഫസ്റ്റ് റീഡിംഗ് എന്ന് പറയും. അപ്പൊ ആദ്യമായിട്ട് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സമയമാണ് ഈ ഫസ്റ്റ് റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 4th November 1948 മുതൽ 9th November 1948 ഈ ഒരു ഫസ്റ്റ് റീഡിംഗ് നടക്കുന്നത്. അപ്പം ഈ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ എവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ സെക്കൻഡ് റീഡിംഗ് ആണ് വരുന്നത് 15th November 1948 മുതൽ 17th October 1949 വരെയാണ്. ഏകദേശം ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ് ആയിട്ട് തന്നെ നമുക്ക് അതിനെ കാണാം. കാരണം ഈ ഒരു പ്രോസസ്സിലാണ് ഓരോ ആർട്ടിക്കിൾസും ഓരോ ക്ലോസുകളും എടുത്ത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഫേസ് ആണിത്. അതുകൊണ്ടാണ് ഈ സെക്കൻഡ് റീഡിംഗ് വളരെ ഡ്യൂറേഷൻ കൂടിയ ഒരു ടൈം ആയിട്ട് മാറുന്നത്. അപ്പം അവിടെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ്സ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ നടക്കുന്നത് ഈ ഒരു ടൈം പീരീഡിലാണ്. ഇനി 14th November 1949 തൊട്ട് 26th November 1949 വരെയാണ് ഒരു തേർഡ് റീഡിംഗ് നടക്കുന്നത്. അപ്പോൾ തേർഡ് റീഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്ന ഒരു ഫേസ് ആണ് തേർഡ് റീഡിംഗ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനെ അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ടൈമാണ് November 26, 1949 എന്ന് പറയുന്നത്. അപ്പം ഇത് ആരാണ് അഡോപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ നേരത്തെ തെരഞ്ഞെടുത്ത് വിട്ടിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനെ അഡോപ്റ്റ് ചെയ്യുന്ന ദിവസമാണ് 26th November 1949. ഈ ഒരു ദിവസമാണ് പിന്നീട് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ടും അതേപോലെ തന്നെ സംവിധാന ദിവസമായിട്ടും ഒക്കെ അറിയപ്പെടുന്നത്. അപ്പം ഓർത്തു വെച്ചോളുക, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ് ഇത് അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് ഒരിക്കലും ഇത് ആളുകൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല, ആളുകൾക്ക് അറിയില്ല, ആളുകളോട് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. ആളുകളുടെ ഓക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റെഡിയായി, ഇതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ ആരോടും പറയുന്നില്ല ഈ ഒരു കാലഘട്ടത്തിൽ. അത് നമ്മൾ അനൗൺസ് ചെയ്യുന്നത്, നമ്മൾ കമൻസ് ചെയ്യാന്ന് പറയും. ആ കോൺസ്റ്റിറ്റ്യൂഷൻ കമൻസ് ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത് നമ്മുടെ റിപ്പബ്ലിക് ഡേ തന്നെയാണ്. January 26, 1940 കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു എഫക്ട്. മനസ്സിലായല്ലേ? നമ്മൾ ആളുകൾക്ക് നമ്മുടെ രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ് മേക്കിംഗ് ഇന്ത്യ എ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇന്ത്യയെ ഒരു സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് ഇത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ
കെയിം ഇൻ ടു എഫക്ട് കമൻസ് ചെയ്യുന്നത് 1950 ജാനുവരി 26-നാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിട്ടും തെരഞ്ഞെടുക്കപ്പെടുകയാണ്. പിന്നെ ഈ ഒരു ദിവസത്തെയാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ടൈം ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ഈ ഒരു വീഡിയോ കൃത്യമായിട്ട് കാണുക. നിങ്ങൾക്ക് മനസ്സിലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കാണുക. മറ്റുള്ള ആളുകളിലേക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ എത്തിക്കുക. കാരണം ഇത് എന്തായാലും നിങ്ങളുടെ ഒരു എക്സാമിനേഷൻ, അത് UPSC ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, ഏതൊരു എക്സാമിനേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോർഷൻ തന്നെയായിരിക്കും ഇത്. സോ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.